ഈ ദിവസം നിങ്ങളോട് മനശ്ശെയെക്കുറിച്ച്, മനശ്ശെയുടെ ജീവിതത്തെക്കുറിച്ച് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് നോക്കാം. ഒന്നാമതായി, മനശ്ശെ ആരാണ്? ഹിസ്കിയാവിൻ്റെ മകനാണ്. ഹിസ്കിയാവ് ആരാണ്? ശ്രേഷ്ഠനായ ഒരു ആത്മീയൻ. യഹൂദാ സാമ്രാജ്യം ഭരിച്ചതായ രാജാക്കന്മാരിൽ വെച്ച് ഹിസ്കിയാവ് യഹോവയെ സേവിക്കുകയും അനുസരിക്കുകയും ചെയ്തു നടന്നവനാണ്. അതേസമയത്ത് ദൈവം ഹിസ്കിയാവിനെ ഒരുപാട് അനുഗ്രഹിച്ചപ്പോൾ ഒരു പ്രാവശ്യം നിഗളിക്കാനിടയായി. ഫലമായി മാരകമായ രോഗം വരുത്തിവെച്ചു. രോഗത്താൽ ഭാരപ്പെടുന്നതായ സമയത്ത്, നീ മരിച്ചുപോകും, നിന്റെ ഗൃഹകാര്യം ക്രമപ്പെടുത്തിക്കൊള്ളുക എന്ന് പ്രവാചകൻ വന്നു പറഞ്ഞപ്പോൾ യഹോവയോട് താൻ പ്രാർത്ഥിക്കുവാൻ ഇടയായി. യഹോവേ, നീ എന്നെ ഓർക്കണമേ, നീ എന്നെ സൗഖ്യമാക്കണമേ എന്ന് കണ്ണുനീരോടുകൂടി താൻ ദൈവത്തിൻ്റെ മുമ്പാകെ പ്രാർത്ഥിക്കാനിടയായി. അങ്ങനെ ഹിസ്കിയാവ് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച സമയത്ത് ദൈവം കരുണ കാട്ടി. ദൈവം മനസ്സലിഞ്ഞ് വീണ്ടും 15 സംവത്സരം കൂടി തൻ്റെ ആയുസ്സിനെ ദീർഘിപ്പിച്ചു കൊടുത്തു. മരിച്ചു പോകേണ്ടവനായിരുന്നു. എന്നാൽ അങ്ങനെയുള്ളതായ സന്ദർഭത്തിൽ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് അനുതപിച്ചപ്പോൾ ദൈവം ഹിസ്കിയാവിനോട് കരുണ കാട്ടുവാൻ ഇടയായി. ഒരുപക്ഷെ ഇന്ന് നമ്മുടെ മധ്യയിൽ ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ, അതും മരണകരമായ രോഗം ബാധിച്ചവരാണെങ്കിൽ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും പ്രശ്നങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നതുകൊണ്ട് ഭാരപ്പെട്ട് ആകുലതയോടുകൂടി ജീവിതത്തോട് തന്നെ വിരക്തി തോന്നി എന്തിന് ജീവിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാകുന്നുവെങ്കിൽ, മരിക്കുവാൻ പോലും ആഗ്രഹം തോന്നുകയാണെങ്കിൽ, ഒരുപക്ഷേ അതിൻ്റെ കാരണം സാമ്പത്തികമായ ബുദ്ധിമുട്ടായിരിക്കാം, അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ വന്നത് നിമിത്തമായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർ വഞ്ചിച്ചതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നാം അറിയാത്തതായ കാര്യങ്ങളിൽ നമ്മെ ആരെങ്കിലും വിഷമിപ്പിക്കുകയോ അപമാനിക്കുകയോ ചെയ്യുന്നതുകൊണ്ട് എങ്ങനെയെങ്കിലും ജീവിതത്തെ അവസാനിപ്പിച്ചാൽ മതിയെന്ന്, അല്ലെങ്കിൽ എനിക്കിനി മുൻപോട്ട് പോകുവാനായിട്ട് കഴിയുകയില്ല, എൻ്റെ കഥ കഴിയാൻ പോകുന്നു എന്ന് വിചാരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ദൈവം നിങ്ങൾക്ക് ഒരു ആശ്വാസം നൽകുകയാണ്. നിന്നെ സൗഖ്യമാക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് നല്ല ദിനങ്ങൾ നൽകാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അവനാണ് കർത്താവായ യേശുക്രിസ്തു. ഹിസ്കിയാവിനൊരു മാരകമായ രോഗമുണ്ടായി. മരണകരമായ അവസ്ഥയിൽ കൂടി താൻ കടന്നു പോകുമ്പോൾ ഹിസ്കിയാവിനോട് ദൈവത്തിൻ്റെ അരുളപ്പാട് പറയുകയാണ്, നീ മരിക്കാൻ പോകുന്നു. പ്രവാചകനിൽ കൂടി ദൈവം ആ വാർത്ത അവങ്കിലേക്ക് അയക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ വന്ന് പറയുകയാണ്, നിന്റെ ഗൃഹകാര്യം വേഗത്തിൽ ക്രമപ്പെടുത്തിക്കൊള്ളുക, നീ മരിക്കാൻ പോവുകയാണ്, ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചുകൊള്ളുക. അത് കേട്ടപ്പോൾ ദൈവസന്നിധിയിൽ ഹിസ്കിയാവ് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു. ഇന്ന് നമ്മുടെ മധ്യയിൽ അങ്ങനെയുള്ള ആരെങ്കിലുമുണ്ടോ? മരണകരമായ അവസ്ഥയിൽ കൂടി, അല്ലെങ്കിൽ ജീവിക്കുവാൻ ആഗ്രഹമില്ലാതെ ജീവിതം അവസാനിപ്പിച്ചാൽ മതിയെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലുമുണ്ടോ? അതിന് കാരണം എന്തു തന്നെയായാലും കർത്താവിൻ്റെ സന്നിധിയിൽ നിരപ്പ് പ്രാപിച്ച് ദൈവത്തോട് അനുദപിക്കുകയാണെങ്കിൽ ദൈവം നിന്നോട് കരുണ കാട്ടുവാനിടയാകും. നിനക്ക് ദീർഘായുസ്സും അതുപോലെ ആരോഗ്യവും നൽകുവാനും നിന്നെ ധാരാളമായി അനുഗ്രഹിക്കുവാനും കർത്താവ് മതിയായവനാണ്. ഹിസ്കിയാവ് മരണകരമായ അവസ്ഥയിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവത്തോട് അപേക്ഷിച്ച് തൻ്റെ പ്രാണനെ കാക്കുവാൻ ഇടയായി. അങ്ങനെ തൻ്റെ ജീവനെ രക്ഷിച്ചതായ ആത്മീയനായ മനുഷ്യന് ജനിച്ചവനാണ് മനശ്ശെ. തൻ്റെ പിതാവിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതം എന്താണെന്ന് കണ്ണുകൊണ്ട് കണ്ടവനാണ്. തൻ്റെ പിതാവിൻ്റെ നേരെ, തൻ്റെ രാജ്യത്തിന് നേരെ 1,85,000 ആളുകൾ കടന്നു വന്നുകൊണ്ട് രാജ്യത്തെ നശിപ്പിക്കുവാനായിട്ട് യുദ്ധത്തിനു വേണ്ടി കടന്നു വന്നപ്പോൾ ഹിസ്കിയാവ് ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം വളരെ അത്ഭുതകരമായിട്ട് ആ 1,85,000 ആളുകളെയും ഇല്ലാതാക്കാനിടയായി. ഈ സത്യവും മകനായിരിക്കുന്ന മനശ്ശെയ്ക്ക് അറിയാം. ഒരു ശ്രേഷ്ഠനായ ആത്മീയ മനുഷ്യൻ്റെ മകനാണ്. ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇന്ന് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്, വലിയ ആത്മീയത ആരുടേതാണ്? തൻ്റെ പിതാവിൻ്റേത്. പിതാവ് നല്ല ആത്മീയനാണ്. എന്നാൽ മകൻ്റെ കാര്യം വന്നപ്പോൾ നേരെ തിരിഞ്ഞുപോയി. പൂർവികർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പണ്ഡിത പുത്രഃ പരമ സുണ്ഡഃ. പിതാവ് വലിയ പണ്ഡിതനാണ്, എന്നാൽ മകനൊരു വിഡ്ഢിയാണ്. പിതാവ് നല്ല ആത്മീയനായിരുന്നു, മകൻ ദൈവത്തെ വിട്ടകന്നു ജീവിച്ചു. ഈയൊരു സാഹചര്യത്തിലായിരിക്കുന്ന അനുജന്മാരും അനുജിത്യമാരും നമ്മുടെ മധ്യയിലുണ്ടോ? എൻ്റെ അമ്മ നല്ലൊരു ആത്മീയതയുള്ളവളാണ്, എൻ്റെ അപ്പൻ നല്ലൊരു പ്രാർത്ഥനാ മനുഷ്യനാണ്, എന്നാൽ എൻ്റെ ജീവിതം എന്തുകൊണ്ടോ
പാപത്താൽ ബന്ധിക്കപ്പെട്ടതായിരിക്കുന്നു. ആത്മീയനായ പിതാവിനും മാതാവിനും ജനിച്ചവനായ ഞാൻ, ദൈവഭക്തരായ മാതാപിതാക്കൾക്ക് ജനിച്ച ഞാനിതാ ദൈവമില്ലാതെ ജീവിക്കുന്നവനായിരിക്കുന്നു. പാപത്തോട് കൂടുതൽ ചേർന്ന് വസിക്കുകയാണ്. എന്നെ പെറ്റുവളർത്തിയ മാതാവിനും പിതാവിനും കണ്ണുനീരാണ് ഞാൻ കൊടുക്കുന്നത്, അവരെ വേദനിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള സ്ഥിതിയിലുള്ള ആരെങ്കിലുമുണ്ടോ? എങ്കിൽ ചിന്തിക്കുക, മനസ്സിലാക്കുക, നീയും മനശ്ശയും ഒരേ രീതിയിൽ തന്നെയാണ് ജീവിക്കുന്നത്. മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, മനശ്ശെ ദൈവമില്ലാത്തവനായി ജീവിച്ചു. തന്റെ പിതാവ് നല്ല ആത്മീയനാണെന്നും നല്ല ആത്മീയ പാഠങ്ങൾ പഠിപ്പിച്ചാണ് തന്നെ വളർത്തിയതെന്നും അങ്ങ് എത്ര വലിയവനാണെന്നും തന്റെ പിതാവിൻ്റെ രാജ്യത്തെ എങ്ങനെയാണ് സംരക്ഷിക്കുവാൻ ഇടയായതെന്നും ഇവയെല്ലാം മറന്നുപോയി ജീവിച്ചു. നീ തന്നെയാണ് അവന് സ്ഥാനം കൊടുത്തത്, ആ പദവി കൊടുത്തത്. ഇവയെല്ലാം മറന്നുപോയി. ഫലമായി വലിയ വലിയ നഷ്ടങ്ങൾ വരുത്തിവെക്കാനിടയായി. കർത്താവേ, ഇന്ന് ഞങ്ങൾ ആരായിരിക്കുന്നു അതിൻ്റെ കാരണക്കാരൻ അങ്ങ് മാത്രമാണ്. കർത്താവെ, ഞങ്ങൾ അനുഭവിക്കുന്ന സകല നന്മകളും നീ നൽകിയതാണ്. കർത്താവ്, ഇപ്പോൾ ആരൊക്കെയാണോ ക്ഷമ ചോദിക്കുന്നത് അവരുടെ കുറവുകളെല്ലാം നീ ഇപ്പോൾ ക്ഷമിക്കുമാറാകണമേ. കർത്താവെ, ഒരു പിതാവെന്ന നിലയിൽ, മാതാവെന്ന നിലയിൽ, ഭാര്യയായി, ഭർത്താവായി, മകനായി, മകളായി എല്ലാം അങ്ങയുടെ ഹിതപ്രകാരം ജീവിക്കുവാനായി എല്ലാ വ്യക്തികൾക്കും കൃപ കൊടുക്കണമേ. പുതിയൊരു മാറ്റവും വ്യക്തിത്വവും അവർക്കെല്ലാം കൊടുക്കണമേ എന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ.